ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദാവീദ് രാജാവ് എന്നതാണ്. ഏവർക്കും സുപരിചിതനാണ് ദാവീദ് രാജാവ്. ദാവീദ് ബേത്ലഹേമിനായ ഇശായി എന്ന പേരുള്ള എഫ്രാത്തിന്റെ ഇളയ മകനായിരുന്നു, അതായത് 8ാമത്തെ മകൻ. 1 ശമൂവേൽ 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ദാവീദ് പൗരനിറമുള്ളവനും സുനേത്രനും കോമളരൂപനും ആയിരുന്നു. ഇടയനായിരിക്കുമ്പോൾ തന്നെ വീണ വായനയിലും പാട്ടിലും കഴിവുള്ളവനായിരുന്നു ദാവീദ് പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും ആയിരുന്നു. ദാവീദ് അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ദാവീദ് പിന്തുടർന്ന് അതിനെ അടിച്ചു, അതിൻ്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അവൻ്റെ നേരെ ആ കാട്ടുജീവികൾ തിരിഞ്ഞപ്പോൾ ദാവീദ് അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു എന്ന് നമുക്ക് അറിയാം. യഹോവ തിരഞ്ഞെടുത്ത ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ ശൗൽ രാജാവിന് പകരം അഭിഷേകം ചെയ്തു എന്ന് 1 ശമൂവേൽ 16-ാം അധ്യായം 13 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ചു. ഒരേ ഒരു കല്ല് കവണയിൽ വെച്ച് അവൻ്റെ നേരെ എയ്ത് അവനെ വീഴ്ത്തി കൊന്നു. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. അങ്ങനെ ദാവീദ് ജനങ്ങളിൽ പ്രശസ്തനായി. ശൗൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസമാക്കിയ ദാവീദ് രാജാവിന് വേണ്ടി കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. ആദ്യം ശൗൽ രാജാവിന് ദാവീദിനെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം ജനങ്ങളുടെ പുകഴ്ത്തലിൽ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ദാവീദ് ഏറെക്കാലം ഒളിച്ചോടി ജീവിച്ചു. ശൗൽ രാജാവിനെ കൊല്ലാൻ ഉള്ള അവസരം ലഭിച്ചിട്ടും ദാവീദ് ഒരിക്കലും രാജാവിനെ കൊന്നില്ല. ശൗലിൻ്റെ മകനായ യോനാഥാന്റെയും മരണത്തിന് ശേഷം ആദ്യം ഹെബ്രോൻ നഗരത്തിൽ ദാവീദ് യഹൂദ്യ രാജാവായി അവിടെ 7 വർഷവും 6 മാസവും രാജാവായിരുന്നു. 2 ശമൂവേൽ 2-ാം അധ്യായത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. പിന്നെ എല്ലാ ഗോത്രങ്ങളും ചേർന്ന് ദാവീദിനെ മുഴുവൻ ഇസ്രായേലിൻ്റെയും രാജാവാക്കി. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാൻ പറ്റും. അത് എല്ലാവരും ചേർന്ന് അംഗീകരിച്ച ഒരു പദവിയായിരുന്നു. യെരൂശലേം തലസ്ഥാനമായി തിരഞ്ഞെടുത്തു. ഉടൻ തന്നെ നിയമപെട്ടകവും അവിടെ കൊണ്ടുവന്നതായി വേദപുസ്തകം നമ്മോട് സാക്ഷിക്കുന്നു. ശക്തനായ സൈനികനായും ഭരണകർത്താവുമായി മാറിയ ദാവീദ് ദൈവകൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് പിന്നീട് ഉള്ള കാലങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഇന്ന് നാം കാണുന്ന സങ്കീർത്തനങ്ങളിൽ 73 എണ്ണം ദാവീദ് എഴുതിയതാണ് എന്ന് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ഊരിയാവിൻ്റെ ഭാര്യയായ ബേത്ശേബയെ കണ്ട് ദാവീദ് അവളെ ഭാര്യയായി സ്വീകരിക്കുന്നതിനായി ഊരിയാവിനെ കൊല്ലിച്ചത് നാഥാൻ പ്രവാചകന് അനിഷ്ടമായി. അവൻ ദാവീദിനെ ശാസിച്ചു. ദാവീദ് മാനസാന്തരപ്പെട്ടു. എന്നാലും കുടുംബത്തിൽ കലഹങ്ങളും വേദനകളും ഉണ്ടായി. മകൻ അബ്ശാലോം ദാവീദിനോട് കലഹം നടത്തി. പല ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടും ദാവീദ് ദൈവത്തോട് വിശ്വസ്തനായി നിന്നു. ദാവീദിൻ്റെ അവസാന കാലം അവന് ദുഃഖിക്കേണ്ടതായ അനേക കാരണങ്ങളുണ്ടായി. അതിന് പ്രധാനമായത് മക്കളുടെ ഭരണകാര്യങ്ങളിലുള്ള കലഹമായിരുന്നു. ഒടുവിൽ ശലോമോൻ രാജാവായി നിയമിക്കപ്പെട്ടു. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ദാവീദ് 40 വർഷം രാജാവായി ഭരിച്ചു. അതിൽ ഹെബ്രോനിൽ 7 വർഷവും യെരൂശലേമിൽ 33 വർഷവും ആയിരുന്നു എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നും ആണ് യേശു ജനിച്ചതെന്ന് നമുക്ക് പുതിയ നിയമത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ദാവീദ് യാക്കോബിൻ്റെ 4ാമത്തെ മകൻ ആയിരുന്ന യൂദായുടെ ഗോത്രത്തിൽ നിന്നും ഉള്ളവൻ ആയിരുന്നു. ശൗൽ രാജാവിന് ശേഷം ദാവീദ് യഹൂദിയ ഗൃഹത്തിൽ രാജാവായി ഹെബ്രോനിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ ശൗലിൻ്റെ മകനായ
ഈഷ് ബോശത്ത് മറ്റ് ഗോത്രങ്ങളുടെ രാജാവായി 2 സംവത്സരം അവരെ ഭരിച്ചതായി 2 ശമൂവേൽ 2-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല എന്നതിൻ്റെ മഹത് ഉദാഹരണമാണ് ദാവീദ് രാജാവ്. എപ്പോഴൊക്കെ തെറ്റ് സംഭവിച്ചുവോ അപ്പോഴൊക്കെ അനുദപിക്കുകയും പിന്നീട് മാനസാന്തരപ്പെടുകയും ചെയ്തവനാണ് ദാവീദ് രാജാവ്. നമുക്കും തെറ്റുകൾ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മൾ അനുദപിക്കുന്നു എങ്കിൽ അത് ദൈവം ക്ഷമിക്കും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്ന കാര്യം നാം മറന്നു പോകുന്നതിനാലാണ് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി അനുദപിക്കാത്തത് എന്നുള്ളതാണ് സത്യം. അതിന് നാം ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും തിരുവചനം വായിച്ച് ഗ്രഹിക്കുകയും അതിന് പ്രകാരം ജീവിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒരു മാതൃകാ പുരുഷനായി ജീവിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെയും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയതായ കാര്യം നമ്മൾ ഒരിക്കലും മറക്കാതിരുന്നാൽ നമുക്കിതൊക്കെയും സാധിക്കും. ആ പരിമല തിരുമേനിയെ ഒന്ന് നോക്കുക, ആ പാമ്പാടി തിരുമേനിയെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് മാതൃകാ ജീവിതം ജീവിക്കേണ്ടതെന്ന്. ആ മാതൃകാ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ജീവിച്ചതുപോലെയൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും ഏതാണ്ട് അവരുടെ വഴികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെയെങ്കിലും നമുക്ക് തിരുത്തുവാൻ സാധിക്കും. വളരെ അനുതാപത്തോടുകൂടി ദൈവത്തോട് നമ്മൾ യാചിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ മോചിച്ച് നമുക്ക് നല്ല ഒരു ബാക്കിയുള്ള ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് സ്വർഗരാജ്യത്തിലൊരു അവകാശിയാകുവാൻ നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് ഏവർക്കും ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ആരാധനയിൽ സംബന്ധിക്കുകയും കുർബാന അനുഭവിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനായി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.